ഷിരൂരിലെ ദുരന്തത്തിൽ കാണാതായ ഡ്രൈവർ അർജുന്റെ ഭാര്യയ്ക്ക് ജോലിയും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്നും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻ പരിഹാസം. ഇതൊക്കെ നടപ്പിലായി കണ്ടാൽ മതിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതായത് വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കരുത്, പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രമേ പറയാവൂ. സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാൻ വേണ്ടി നൂറുകണക്കിന് പോസ്റ്റ് വരുന്നുണ്ട്. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ ഒരു പുണ്യമായി കാണുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരമൊന്നും അനുവദിക്കാൻ കഴിയില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്നും അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നുമാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് പറയുന്നത്. ഭവനരഹിതരായവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഒരുങ്ങുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി കൂടിച്ചേർന്ന് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് 120 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനായി പോകുന്നത്. ബാങ്കിന്റെ 2023-24 വർഷത്തെ അറ്റ ലാഭം 4 കോടി രൂപയാണ്. ഇതിൽ നിന്നാണ് തുക ചെലവഴിച്ച് വീട് വയ്ക്കാൻ ഒരുങ്ങുന്നത്. ഷിരൂരിൽ അപകടത്തിൽ കാണാതെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലിയായിരിക്കും നൽകുക. സഹകരണ നിയമവ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് സർക്കാർ അനുവാദം തരുന്ന പക്ഷം നിയമനം നൽകുമെന്നുമാണ് ബാങ്ക് ഭാരവാഹികൾ അറിയിക്കുന്നത്. അതേസമയം ഷിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം അനിശ്ചിതാവസ്ഥയിലാണ്. തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ ഷിരൂരിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ ഇക്കഴിഞ്ഞ നാളിൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഗംഗാവലിപ്പുഴയിൽ ഇപ്പോഴും അടിയൊഴുക്കും ആഴവുമൊക്കെ ഉള്ളതിനാൽ ഡ്രഡ്ജിംഗ് മെഷീൻ ഇറക്കാൻ കഴിയില്ല എന്ന് തന്നെ കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ അടങ്ങിയ സംഘം അറിയിച്ചിരുന്നു. സംഘം അപകട സ്ഥലമൊക്കെ സന്ദർശിച്ചിരുന്നു. തുടർന്ന് തൃശൂർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. തൃശൂരിലെ ഡ്രഡ്ജിംഗ് മെഷീൻ യന്ത്രം ഷിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് കൊണ്ടുപോകുന്നത് വെല്ലുവിളിയാണ്. പുഴയിലെ ഒഴുക്ക് വർദ്ധിക്കുന്നതിനാൽ മെഷീൻ ഇറക്കാൻ പ്രയാസമെന്നാണ് വിദഗ്ധ സംഘം അറിയിച്ചത്. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമ്മിലുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ച് പുഴയിലെ മണ്ണ് നീക്കി ലോറി പുറത്തെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദൗത്യസംഘം. അതേസമയം അർജുനെ കണ്ടെത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത്. അർജുൻ്റേതെന്ന തരത്തിൽ പ്രചരിക്കുന്ന ഷിരൂരിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ ചിത്രം മറുഭാഗത്തെ മാടങ്കരി എന്ന ഗ്രാമത്തിലുള്ള സെന്നി ഗൌഡ എന്ന സ്ത്രീയുടേതാണ്. ഷിരൂരിൽ നിന്ന് അർജുന്റെ ബന്ധു ജിതിൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. തുടർന്ന് ഷിരൂരിൽ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നദിയുടെ അടിയൊഴുക്കിന്റെ ശക്തി കുറഞ്ഞാൽ മാത്രമേ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അപകടമുണ്ടായ ജൂലൈ 16 തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ജൂലൈ 16 പുലർച്ചെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.